ഈ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിട്ടേ നിങ്ങൾ എന്താ എനിക്ക് സമ്മാനം തരുന്നേ? ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ സമ്മതിച്ചത് തന്നെ ഒരു സമ്മാനമാണെന്ന് കരുതിയാ മതി. ഓ, ഹാ, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. കൈയൊന്നും നീട്ടിയേ. എനിക്ക് വേണ്ട, നീ എന്നെ കിട്ടിയാ മതി. നിർബന്ധം പിടിക്കല്ലേ ഹിറ്റ്ലറെ. കൈ നീട്ട്. ദേ, ഇല്ലെങ്കിലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മറ്റേ പേരങ്ങ് വിളിക്കും. എന്റെ പൊന്നു ചേട്ടാ, ഇത് ബോംബൊന്നും അല്ലല്ലോ, ഒരു വാച്ചല്ലേ. ദേ, രാജകുമാരിയുടെ സമ്മാനം. വാങ്ങിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടും പറഞ്ഞേക്കാം. കൈ ഇങ്ങോട്ട് താ ചേട്ടാ. കൈ ഇങ്ങോട്ട് കാണിക്ക. നീ എന്നുമെന്നും എന്റേതു മാത്രം. ഈ വാച്ച് പിന്നീട് വേണമെങ്കിൽ ചേട്ടൻ എന്റെ ഓർമ്മയായിട്ട് ഉപയോഗിക്കാം. എങ്ങനെയാണെന്നല്ലേ പറയാം. ഈ ഇടയ്ക്കിടയ്ക്ക് സുപ്രിയയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുന്ന ഒരു ഏർപ്പാടില്ലേ, അതുപോലെ എന്നെ കുറിച്ച് ഓർക്കുമ്പോ ഈ വാച്ചിൽ നോക്കി സംസാരിക്കുകയോ ചീത്ത പറയോ ഒക്കെ ചെയ്യാം. എങ്ങനെ, ഐഡിയ സൂപ്പർ അല്ലേ? പിന്നെ എനിക്ക് തരാനുള്ള ഗിഫ്റ്റ് ഒരു കടമായിട്ട് ഞാനങ്ങ് വെച്ചേക്കാം. ഇതിന്റെ വിലയും കൂടി ഞാൻ നിനക്ക് തരുന്ന നഷ്ടപരിഹാരത്തിൽ ചേർത്തോളാം. ആ തുക മതി നിന്റെ ജീവിതം സുരക്ഷിതമാകാൻ. ഈ പെണ്ണിന്റെ സുരക്ഷിതത്വം പണമല്ല, ഒരാണ് നൽകുന്ന വാക്കാ. ഏത് പ്രതിസന്ധിയിലും ഞാൻ കൂടെ ഉണ്ടാകുന്നുള്ള വാക്ക്. അത് മാത്രം ചേട്ടന്റെ കയ്യിൽ ഇല്ലാതെ പോയി. ആ, സാരമില്ല. ഹലോ കപ്പിൾസ്, ഇതുവരെ റെഡിയായില്ലേ? അവിടെ എല്ലാം ഓക്കെയാണ്. ഞങ്ങൾ റെഡിയാ. അമ്മേ, ഇതെങ്ങനെയുണ്ട്? കൊള്ളാമോ? വൗ, ബ്യൂട്ടിഫുൾ. ഇത് നിന്റെ ഗിഫ്റ്റ് ആണോ? സൂപ്പർ. മോൻ ചോദിക്കുന്ന ഗിഫ്റ്റ് കൊടുത്തത്. അതെ, അവന്റെ ഗിഫ്റ്റ് എന്റെ കയ്യിലുണ്ട്. ഇന്നലെ അത് വാങ്ങി അവൻ എന്നെ ഏൽപ്പിച്ചു. കേക്ക് മുറിക്കുന്നതിന് മുൻപ് ഇവൻ അത് ചോദിച്ചു കൊടുക്കും. അല്ലേ മൈ ഡിയർ സർ? കമോൺ, ടൈമായി. മൈ ബ്ലെസ്സിംഗ് ബേബി, 100 years നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ഈ മദർ പ്രാർത്ഥിക്കാം.
അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് മുമ്പെങ്കിലും ഈ മുറ്റത്ത് ഒരു കുഞ്ഞി കാലോടി നടക്കണം. ഞങ്ങൾ അമ്മമാർക്ക് ലാളിക്കാൻ ഒരു കുഞ്ഞ്, അല്ലേ പത്മാവതിയമ്മേ? പിന്നെ അല്ലാതെ മണിസ്വാമി പറഞ്ഞതേ ഒരു കേളും ഒരു പോയിന്ന അല്ലേ ബേട്ടി? അമ്മേ മതി, വാ പോവാം. കമോൺ ബേട്ടി, കമോൺ. വരൂ ആശാലതേ. While I put you in a trance, sensation, feel the vibration. I say, hey, 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 what you got to say, what you got to say. രക്ഷയില്ല ഹിറ്റ്ലറെ, ചടങ്ങ് തീരുന്നത് വരെ ഇവിടെ ഇരുന്നേ പറ്റൂ. എടി ബേക്കറിക്കാരി, എന്നെ ട്രാപ്പിൽപ്പെടുത്തിയെന്ന് നീ അഹങ്കരിക്കണ്ട. ഈ വെഡിങ് ആനിവേഴ്സറി വെറും ഒരു ആഘോഷം മാത്രം. മൈസൺ, ജ്യോതിയെ മാരേജ് ചെയ്തിട്ടേ 1 year ആയി. ദിസ് ഈസ് ഫസ്റ്റ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സുധാകരനാരെ ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പോ എല്ലാവരും ഇവരെ ബ്ലെസ് ചെയ്യണം. അതിനു മുമ്പ് എന്റെ സൺ ജ്യോതിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത്രേ എന്താ അമ്മ? അതിങ്ങ് എടുത്തോണ്ട് വാ. This is a special ring. ഈ അമ്മ എന്തൊക്കെയാ കാണിക്കുന്നത്? മൈസൺ, ഈ റിങ് ജ്യോതി അണിക്ക്. മോനെ, take the ring. വാങ്ങിക്കു കണ്ണാ. ഇട്ടോളൂ ചേട്ടാ. വേഗം ആവട്ടെ ഹിറ്റ്ലറെ. ഒരു സസ്പെൻസ് കൂടിയുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവ് സമ്മാനം നൽകിയില്ലേ, പകരം ഭാര്യ ഭർത്താവിനൊരു സമ്മാനം കൊടുക്കണ്ടേ? വേണ്ടേ പത്മാവതി അമ്മേ?
മോളെ ആ ഈ റിങ് നിന്റെ ഭർത്താവിന്റെ കയ്യിൽ അണിയിച്ചു കൊടുക്ക്. അങ്ങനെ പ്ലാനിങ് ഏറ്റു. മോതിരം നേരത്തെ സുധാരൻ നേരെ ഏൽപ്പിച്ചത് നന്നായി. ബേട്ടി അത് വാങ്ങിക്ക് ഫാസ്റ്റ്. കൈ ആ കൈ ഇങ്ങോട്ട് താ ചേട്ടാ. ഇല്ലെങ്കിൽ ഇവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച കുശനിക്കാരനെന്ന് വിളിക്കും ഞാൻ. അത് വേണോ മോനെ? വേഗമാവട്ടെ. കൈ ഹോ, എന്തൊരു പ്ലാനിങ്! അമ്മയും സുധാകരൻ നായരും തകർത്ത് അഭിനയിച്ചു. ഇവളുടെ ബുദ്ധിയായിരിക്കും ഇതിന് പിന്നില്. മൈസൺ എന്തോന്നാ ഇത്? വേഗമാവട്ടെ. എന്ത് വേണം? കൈ നീട്ടുന്ന അതോ കുശനിക്കാരാന്ന് വിളിക്കണോ? മോനെ കൈ നീട്ടടാ കണ്ണാ. അടിപൊളി. സുപ്രിയ, നീ എത്ര ഭാഗ്യവതിയാ. ഡികെയുടെ മനസ്സിലെപ്പോഴും നീ മാത്രമേ ഉള്ളൂ. ഈ കാണിക്കുന്നതൊക്കെ അഭിനയം മാത്രമാണെന്ന് എനിക്കറിയാം. ഈ ജന്മം മുഴുവൻ നിന്നെ ഓർത്ത് മാത്രം ഡികെ ജീവിക്കുന്നത്. നിന്റെ പകരക്കാരിയായിട്ടാ വന്നതെങ്കിലും ഞാനൊരു തോൽവിയായിപ്പോയി. ഈ താലി അഴിച്ചു വെച്ച ഒരു ദിവസം എനിക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോയേ മതിയാവും. അടുത്ത ജന്മത്തിലെങ്കിലും ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവട്ടെ. അപ്പോ ഇനി കേക്ക് മുറിക്കാം. നോ. വാട്ട് ഹാപ്പൻ മോൻ? പ്രധാനപ്പെട്ട ചിലർ വരാനുണ്ട്. ഹലോ. ഹായ്. ദേ അവരെത്തി. ആ തുളസി, ഹായ്. സിധു, അപ്പു, ഹലോ. വെൽക്കം. സുഖല്ലേ? സുഖം.
അതെ DK, ജ്യോതി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ജ്യോതിങ്ങി വന്ന് വാ. ദേ ഇത് രണ്ടുപേരും കൂടി ചേർന്ന് വാങ്ങിച്ച് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. അതോളാം. അപ്പൊ പിന്നെ ഈ ഗിഫ്റ്റ് ആര് വാങ്ങിക്കും? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. എന്നാ എല്ലാരും അകത്തേക്ക് വാ. അകത്തേക്ക് വാ. എല്ലാരും വാ. ഹലോ. ഹായ്. ഹലോ ആന്റി. ഹായ്. നമസ്കാരം. ഹായ് ഹായ്. എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? ഞങ്ങളെ DKയുടെയും ജ്യോതിയുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വന്നാ. ഞാൻ സിദ്ധാർത്ഥ്, സിദ്ധു എന്ന് വിളിക്കും. ഇത് അപർണ, അപ്പു എന്ന് വിളിക്കും. ഞങ്ങൾക്ക് DKയോടും ജ്യോതിയോടും ഒരുപാട് കടപ്പാടുണ്ട്. എന്റെ ജീവൻ രക്ഷിച്ച ആളാ നിങ്ങളുടെ DK. ഇത് തുളസി, കുട്ടിക്കാലം തൊട്ടേയുള്ള എന്റെ കൂട്ടുകാരിയാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് തീയടക്കുക. ഞങ്ങൾ ഒരുമിച്ച് ഇതുവരെ ഒരിടത്തും പോയിട്ടില്ല. ആദ്യത്തെ യാത്ര ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ആയതിൽ ഒരുപാട് സന്തോഷം. എല്ലാരും വന്നതിൽ ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാ. അപ്പോ ഇനി നമുക്ക് കേക്ക് മുറിക്കാം. മൈ ഡിയർ സൺ, ബേട്ടി, രണ്ടാളും ഒരുമിച്ച് കേക്ക് മുറിച്ചോളൂ. മോൻ അവിടെ നിൽക്കും. കേക്ക് മുറിക്കും മക്കളെ. ആ DK, ഇനി കേക്ക് എടുത്ത് ജ്യോതിക്ക് കൊടുക്ക്. ജ്യോതി, ഇനി DKക്ക് വെച്ചു കൊടുക്കും. അപ്പൊ പൊളിക്കല്ലേ? പിന്നെ പൊളിക്കല്ലേ? ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരം നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഡോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേരാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ കൊട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ജില്ലാല. കൊണ്ടൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ കണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ല കെത്തി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ.
എടാ മഹാഭാവി, ഇത് ചെയ്തോ? അയ്യോ. മോനെ ദേവ. അയ്യോ, എന്റെ പൊന്നു മോനെ. എന്റെ മോനെ. മോനെ ദേവ. മോനെ ദേവ. മോനെ. മോനെ. എന്റെ പൊന്നു മോനെ. മോളെ. അയ്യോ. ആരെങ്കിലും ഒന്ന് ആശുപത്രി കൊണ്ടുപോ. ഈശ്വരാ.